ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്ന കേരള PSC എക്സാമുകളിലൊന്നും വിട്ടുകളയാൻ പാടില്ലാത്തൊരു പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2025 ജനുവരിയിൽ നടന്ന പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. 2025 റിപ്പബ്ലിക് ദിനത്തിൽ എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്? 6 മലയാളികൾക്ക്. അപ്പോൾ 2025 റിപ്പബ്ലിക് ദിനത്തിൽ പത്മ പുരസ്കാരങ്ങൾ നൽകി 6 മലയാളികൾക്ക് ലഭിച്ചു. 6 മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്. 2025 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി MT വാസുദേവൻ നായർ. പത്മവിഭൂഷൺ ലഭിച്ച മലയാളി MT വാസുദേവൻ നായർ. സാഹിത്യം, സംവിധാനം എന്നീ വിഭാഗങ്ങളിൽ പ്രശസ്തനാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാളി MT വാസുദേവൻ നായർ. 2025 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ്? PR ശ്രീജേഷ്, ശോഭന, ജോസ് ചാക്കോ പെരിയപുരം. PR ശ്രീജേഷ്, ശോഭന, ജോസ് ചാക്കോ പെരിയപുരം എന്നിവരാണ് 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ. PR ശ്രീജേഷ് മുൻ ഹോക്കി താരമാണ്. ശോഭന നടി, നർത്തകി എന്നീ മേഖലകളിലാണ് പ്രസിദ്ധിയാർജിച്ചത്. ജോസ് ചാക്കോ പെരിയപുരം ഹൃദ്രോഗ വിദഗ്ധനാണ്. ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേരളത്തിൽ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ: ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, IM വിജയൻ. ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, IM വിജയൻ എന്നിവർക്കാണ് 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ കർണാടക സംഗീതജ്ഞയാണ്. IM വിജയൻ ഫുട്ബോൾ താരമാണ്. അപ്പോൾ ഇവരുടെ മേഖലകൾ ശ്രദ്ധിക്കണം, ഇതെന്തായാലും ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ കർണാടക സംഗീതജ്ഞ, IM വിജയൻ ഫുട്ബോൾ താരം. പത്മ പുരസ്കാരങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം. പത്മവിഭൂഷൺ നേടിയ മലയാളി MT വാസുദേവൻ നായർ. പത്മഭൂഷൺ നേടിയ മലയാളികൾ PR ശ്രീജേഷ്, ശോഭന, ജോസ് ചാക്കോ പെരിയപുരം. പത്മശ്രീ നേടിയത് ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, IM വിജയൻ. അപ്പോൾ ഇത്രയാണ് പത്മ പുരസ്കാരങ്ങൾ നോക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ ആയിട്ട് നിയമിതനായത് വൈശാഖൻ. M ഗോപിനാഥൻ നായർ എന്നാണ് യഥാർത്ഥ നാമം. അപ്പോൾ തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായിട്ട് നിയമിതനായത് വൈശാഖൻ. M ഗോപിനാഥൻ നായരാണ് യഥാർത്ഥ നാമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം കവചം. കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം കവചം. ഇനി കവചവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. കവചത്തിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതാണ് കവചത്തിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. കവചം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2025 ജനുവരി 21-നാണ്. 2025 ജനുവരി 21-നാണ് കവചം എന്നുള്ള മുന്നറിയിപ്പ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോക ബാങ്ക് എന്നീ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കവചം ഫോം ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ 2025 വേദി തിരുവനന്തപുരം. അപ്പോൾ കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി 2025 വേദി എവിടെയാണ്? തിരുവനന്തപുരം. അത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീ പദ്ധതി വേനൽ മധുരം. അപ്പോൾ ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് വേനൽ മധുരം. ആറാമത്തെ ക്വസ്റ്റ്യൻ: 2025 ജനുവരി ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ലഭിച്ച മലയാളി സ്കൈ ഡൈവർ ജിതിൻ വിജയൻ. 2025 ജനുവരി ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ലഭിച്ച മലയാളി സ്കൈ ഡൈവർ ആരാണ്? ജിതിൻ വിജയനാണ്. കോഴിക്കോട് സ്വദേശിയാണ്. ഈ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ കായിക മേഖലയിൽ നൽകുന്ന അർജുന അവാർഡുമായിട്ട് തത്തുല്യമായിട്ടുള്ളൊരു പുരസ്കാരമാണ് ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം. അപ്പോൾ അത് ലഭിച്ച മലയാളി സ്കൈ ഡൈവറാണ് ജിതിൻ വിജയൻ. കോഴിക്കോട് സ്വദേശിയാണ്. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ
പ്രവർത്തന കേന്ദ്രമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് കൊച്ചി. അപ്പോൾ എയർ കേരളയുടെ കേന്ദ്രം ഏതാണ്, പ്രവർത്തന കേന്ദ്രം ഏതാണ്, കൊച്ചി. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയാണ് എയർ കേരള. അതിൻ്റെ പ്രവർത്തന കേന്ദ്രമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് കൊച്ചിയെയാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ISROയുടെ കീഴിലുള്ള തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടർ M. മോഹൻ. ISROയുടെ കീഴിലുള്ള തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടർ ആരാണ്? M. മോഹൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമൂഹത്തിലെ കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയരാക്കി രോഗനിർമ്മാർജ്ജനത്തിലുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ അശ്വമേധം. സമൂഹത്തിലെ കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയരാക്കി രോഗനിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ അശ്വമേധം. അപ്പോൾ അശ്വമേധം കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ജനുവരി അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ആരാണ്? ഡോക്ടർ KM ചെറിയാനാണ്. 2025 ജനുവരി 25 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നോക്കണം. ദൈവത്തിൻ്റെ കൈ, റിട്ടൺ ബൈ പ്രിയ M. മേനോൻ. അപ്പോൾ പ്രിയ M. മേനോനാണ് ദൈവത്തിൻ്റെ കൈ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആത്മകഥ ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെൻ്റ് എന്നാണ്. ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ ഡോക്ടർ KM ചെറിയാനാണ് 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെൻ്റ്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ദൈവത്തിൻ്റെ കൈ. അദ്ദേഹത്തിന് 1991 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് K. അരവിന്ദാക്ഷൻ. 54ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ് K. അരവിന്ദാക്ഷന് ലഭിച്ചിരിക്കുന്നത്. കൃതി ഗോപ, അതൊരു നോവലാണ്. അപ്പോൾ ഈ ഗോപ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിലെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഗൗതമ ബുദ്ധനെ ഭാര്യയായിട്ടുള്ള ഗോപ ചോദ്യം ചെയ്യുന്നതാണ് ഈ ഒരു നോവലിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് K. അരവിന്ദാക്ഷനാണ്. 54ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ്. നോവൽ ഏതാണ്? ഗോപ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായിട്ട് നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകൻ RLV രാമകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിലെ നൃത്താധ്യാപകനായിട്ട് നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകനാണ് RLV രാമകൃഷ്ണൻ. കലാഭവൻ മണിയുടെ സഹോദരനാണ് RLV രാമകൃഷ്ണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഫെബ്രുവരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര എനർജി ഫെസ്റ്റിവലിന് വേദിയാവുന്നത് തിരുവനന്തപുരം. 2025 ഫെബ്രുവരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര എനർജി ഫെസ്റ്റിവലിന് വേദിയാവുന്നത് തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥികളുടെ ഹാജർ, അക്കാദമിക് പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് സമ്പൂർണ്ണ പ്ലസ്. അപ്പോൾ ഈ സമ്പൂർണ്ണ പ്ലസ് എന്നുള്ള ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാർത്ഥികളുടെ ഹാജർ, അക്കാദമിക് പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ആപ്പാണ് സമ്പൂർണ്ണ പ്ലസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിൽ എത്തിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിൽ എത്തിക്കുന്നത് കേരളമാണ്. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് ബേപ്പൂർ. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് ബേപ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിന് വേദിയായത് കൊല്ലം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിന് വേദിയായത് കൊല്ലം. കിരീടം നേടിയത് വയനാട്. 6ാമത് ബഡ്സ് കലോത്സവമാണ് നടക്കുന്നത്. അതിൽ കിരീടം നേടിയത് വയനാടും വേദിയായത് കൊല്ലവുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനിലുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. ഇപ്പോൾ 2023 മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനിലുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയത് ആരാണ്? തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിൻ്റെ പതാക എഴുതുന്നത് PS ജീനയാണ്. അതുപോലെ മുഹമ്മദ് ജാസിറുമുണ്ട്. അപ്പോൾ PS ജീന, മുഹമ്മദ് ജാസിർ ഇവരാണ് 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിൻ്റെ പതാക എഴുതുന്നത്. ബാസ്ക്കറ്റ് ബോൾ താരമാണ് PS ജീന. PS ജീന ബാസ്ക്കറ്റ് ബോൾ താരമാണ്. മുഹമ്മദ് ജാസിർ വുഷു താരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷനായി നിയമിതയായത് അഞ്ജു ബോബി ജോർജ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് അഞ്ജു ബോബി ജോർജ്.
2024 നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കേരളം. 2024 നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. കൃതി ഏതാണ്? കവിത മാംസഭോജിയാണ്. 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് PN ഗോപികൃഷ്ണനാണ്. കൃതി കവിത മാംസഭോജിയാണ് എന്നുള്ള കൃതിക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ പഠിച്ച പോയിന്റ്, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ്രോണാചാര്യ പുരസ്കാരം 2024 ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ S മുരളീധരൻ. അപ്പോൾ ദ്രോണാചാര്യ പുരസ്കാരം 2024 ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ S മുരളീധരൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജനുവരി അന്തരിച്ച പ്രശസ്ത മലയാള പിന്നണി ഗായകൻ P ജയചന്ദ്രൻ. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള പിന്നണി ഗായകൻ ആരാണ്? P ജയചന്ദ്രൻ. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയ ജില്ല തൃശ്ശൂർ. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയ ജില്ല തൃശ്ശൂർ. ഡിസ്നിലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം അതിരപ്പള്ളി. അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രമാണ് ഡിസ്നിലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം. അടുത്തതായിട്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി K-സ്മാർട്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? K-സ്മാർട്ട്. അപ്പോൾ K-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1-നാണ്. അപ്പോൾ K-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1-ന്. K-സ്മാർട്ട് പദ്ധതി എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. K-സ്മാർട്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. അപ്പോൾ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത് KK ഷാജു. പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത് KK ഷാജു. അടുത്തതായിട്ട്, 2025 ജനുവരിയിൽ നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരമാണ്. അപ്പോൾ ജനുവരിയിൽ നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരമാണ്. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അടുത്തതായിട്ട്, കേരളത്തിൻ്റെ പുതിയ ഗവർണറായിട്ട് നിയമിതനായത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. അപ്പോൾ കേരളത്തിൻ്റെ പുതിയ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീടം നേടിയത് തൃശ്ശൂർ ജില്ലയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ തൃശ്ശൂരിലെ 1008 പോയിൻറ്റും രണ്ടാം സ്ഥാനത്ത് പാലക്കാടാണ് 1007 പോയിൻറ്റുകളാണ് നേടിയത്. അപ്പോൾ തൃശ്ശൂർ 1008 പോയിൻറ്റ് നേടി, പാലക്കാട് 1007 പോയിൻറ്റ് നേടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ആടുജീവിതം. ആടുജീവിതം സംവിധാനം ചെയ്തത് ബ്ലെസ്സിയാണ്. അപ്പോൾ ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ഏതാണ്? ആടുജീവിതം. സംവിധാനം ചെയ്തത് ബ്ലെസ്സിയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള തദ്ദേശ സ്വയംഭരണ പരിഷ്കാര കമ്മീഷനായി നിയമിതനാകുന്നത് B അശോക്. കേരള തദ്ദേശ സ്വയംഭരണ പരിഷ്കാര കമ്മീഷനായിട്ട് നിയമിതനാകുന്നത് B അശോക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരം ദിവി ബിജേഷ്. അപ്പോൾ WCM എന്ന് പറയുന്നത് വിമൻ കാൻഡിഡേറ്റ് മാസ്റ്റർ എന്നുള്ളതാണ്. അത് ചെസ്സിലെ ഒരു പദവിയാണ്. അത് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരമാണ് ദിവി ബിജേഷ്. അടുത്ത ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ കോഴിക്കോട് കാപ്പാടും കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചും. അപ്പോൾ കോഴിക്കോട് കാപ്പാടും കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചുമാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ. ഏതൊക്കെയാണ്? കോഴിക്കോട് കാപ്പാട്, കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് കലാമണ്ഡലം ഗോപി. മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് കലാമണ്ഡലം ഗോപി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് കേരളം. ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് കേരളമാണ്. വനിതാ വിഭാഗം റെയിൽവേസിനാണ് കിരീടം ലഭിച്ചത്. അപ്പോൾ വനിതാ വിഭാഗം റെയിൽവേസാണ് കിരീടം നേടിയത്. പുരുഷ വിഭാഗം നേടിയത് കേരളമാണ്. അപ്പോൾ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് കേരളവും വനിതാ വിഭാഗം കിരീടം നേടിയത് റെയിൽവേസുമാണ്. അടുത്തതായിട്ട്, അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതി സമന്വയ. അപ്പോൾ എന്താണ് സമന്വയ? അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമന്വയ. അടുത്തായിട്ട്, ബേഡകം എന്ന കാർഷിക ഇനം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബേഡകം, തെങ്ങ്. ബേഡകം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തെങ്ങ്. കാസർഗോഡ് നിന്നുള്ള ഒരു തെങ്ങിനമാണ് ബേഡകം. കാസർഗോഡ് നിന്നുള്ള ഒരു തെങ്ങിനമാണ് ബേഡകം. ഇനി അടുത്തതായിട്ട്, സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പദ്ധതി പ്രോഗ്രാം. ഉല്ലാസ്. അപ്പോൾ ഉല്ലാസ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പദ്ധതി പ്രോഗ്രാമാണ്. ഏതാണ്? ഉല്ലാസ്. അണ്ടർ-19 വനിതാ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി താരം വിജയ ജോഷിത. വയനാടാണ് വിജയ ജോഷിതയുടെ നാട്. അപ്പോൾ അണ്ടർ-19 വനിതാ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി താരം വിജയ ജോഷിത. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് പുരുഷ ടീമിൽ ഇടം നേടിയ മലയാളി 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് പുരുഷ ടീമിൽ ഇടം നേടിയ മലയാളി ബി നിഖിലാണ്. അപ്പോൾ പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദി ഡൽഹിയാണ്. സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പു മരിച്ചിട്ട് 75 വർഷം തികയുന്നത് ഏത് ഡേറ്റിലാണ്? 2025 ജനുവരി 25-നാണ് സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പു മരിച്ചിട്ട് 75 വർഷം തികയുന്നത്. ഡോക്ടർ പൽപ്പു അന്തരിച്ചത് 1950 ജനുവരി 25-നാണ്. അപ്പോൾ 1950 ജനുവരി 25-നാണ് ഡോക്ടർ പൽപ്പു അന്തരിച്ചത്. നമുക്കൊരു കോഡ് ഓർമ്മ ഉണ്ടായിരിക്കും, റിപ്പബ്ലിക് ഡേ കാണാത്ത പൽപ്പു. അപ്പോൾ റിപ്പബ്ലിക് ഡേ ജനുവരി 26-നായിരുന്നു. ജനുവരി 25-നാണ് പൽപ്പു അന്തരിച്ചത്. അടുത്തതായിട്ട്, കുഷ്ഠരോഗ നിർണയത്തിനായുള്ള ഭവന സന്ദർശന യത്നം ഏതാണ്? അശ്വമേധം പദ്ധതി. നമ്മൾ നോക്കിയിരുന്നു. അശ്വമേധം പദ്ധതി എന്താണ്? കുഷ്ഠരോഗ നിർണയത്തിനായുള്ള ഭവന സന്ദർശന യത്നമാണ് അശ്വമേധം പദ്ധതി. ഈയിടെ അന്തരിച്ച അപ്പുണ്ണി തരകൻ ഏതു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. അപ്പോൾ കഥകളി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അപ്പുണ്ണി തരകൻ. ഇനി 2025 റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുക്കുന്ന കേരളത്തിലെ ആദിവാസി രാജാവ് ആരാണ്? രാമൻ രാജമണ്ണാനാണ്. റിപ്പബ്ലിക് ഡേ പരേഡിന് 2025 പങ്കെടുത്ത ആദിവാസി രാജാവ് രാമൻ രാജമണ്ണാനാണ്. അദ്ദേഹം ഇടുക്കി കോഴിമല കേന്ദ്രമായിട്ടുള്ള മണ്ണാൻ ഗോത്ര സമൂഹത്തിലെ വ്യക്തിയാണ് രാമൻ രാജമണ്ണ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭവനരഹിതരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട് നിർമ്മിച്ചു നൽകുക ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പദ്ധതിയാണ് ഒപ്പം. അപ്പോൾ ഭവനരഹിതരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട് നിർമ്മിച്ചു നൽകുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പദ്ധതി ഏതാണ്? ഒപ്പം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരാണ്? ജഗതി രാജ്. അപ്പോൾ ജഗതി രാജാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നേർവഴി. അപ്പോൾ നേർവഴി എന്ന് പറയുന്നത് എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാനാണ് എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. 65 വയസ്സിനുമേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി വയോമിത്രം. അപ്പോൾ വയോമിത്രം എന്ന് പറഞ്ഞാൽ 65 വയസ്സിനുമേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആണ്. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദേശീയ ഗെയിംസിൽ വെങ്കലം നേടിയ മലയാളി നീന്തൽ താരം. ദേശീയ ഗെയിംസിൽ വെങ്കലം നേടിയ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് ആണ്. സാജൻ പ്രകാശിന് 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ ബട്ടർഫ്ലൈ എന്നിവയിലാണ് വെങ്കല മെഡൽ നേടിയത്. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ടി പത്മനാഭൻ. ടി പത്മനാഭനാണ് കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത്.
ആദ്യ ഇൻ്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഗുജറാത്ത്. ആദ്യ ഇൻ്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഗുജറാത്ത്. 2025 ദേശീയ ഗെയിംസിൽ കേരളത്തിനു വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ സുഫ്ന ജാസ്മിൻ ഏത് ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരോദ്വഹനം. 2025 ദേശീയ ഗെയിംസിലെ സുഫ്ന ജാസ്മിനാണ് ആദ്യ സ്വർണ്ണ മെഡൽ കേരളത്തിന് വേണ്ടി നേടിയത്. സുഫ്ന ജാസ്മിൻ ഭാരോദ്വഹനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തതായിട്ട് വനിതകളുടെ നീന്തലിൽ സ്വർണം നേടിയ കേരള താരം ഹർഷിത ജയറാം. അപ്പോൾ ദേശീയ ഗെയിംസിലെ വനിതകളുടെ നീന്തലിൽ സ്വർണം നേടിയ കേരള താരം ഹർഷിത ജയറാമാണ്. അപ്പോൾ 2025 ജനുവരിയിലെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർസാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. PSC ബുള്ളറ്റിൻ, അതുപോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്, ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയർസാണ്. എല്ലാവരും നന്നായി ശ്രദ്ധയോടെ പഠിച്ചു പോവുക. ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. താങ്ക്